Audience. അതൊക്കെ വരണേ. പറഞ്ഞ വീട്ടിൽ ചുമ്മാ ഇരിക്കാന്ന് പറഞ്ഞാൽ ലീവ് എടുക്കണം. അപ്പൊ വിളിച്ച് പറമ്പിൽ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കും. ഇത് ചെയ്യോന്ന് പറ. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒന്നും ചെയ്യണ്ട, അവിടെ ഇട്ടിട്ട് നീ നിന്റെ പാട്ടിന് പോ. എന്നിട്ട് അത് കൊള്ളാലോ. എന്നിട്ട് ആര് പണി? ഇനിയിപ്പം അമ്മക്ക് ക്ലീറ്റ വിളിച്ച് പണി ചെയ്യപ്പെടുത്ത ഇതൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ഒരു പുതിയൊരാളിനെ എടുക്കാം ഇവിടെ. എന്താ സമാധാനായ? അല്ല, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് സർക്കാർ ജോലി ഉണ്ട്, രാവിലെ പോകുന്നു, രാത്രി വരുന്നു, അങ്ങനെയൊക്കെ നിൽക്കുന്നു. ഒരു ജോലിയില്ല, രാഷ്ട്രീയം എന്ന് പറഞ്ഞ് കളിച്ച് നടക്കുന്ന അടുത്തുണ്ടല്ലേ ക്ലീറ്റസ്, അവൻ വിളിക്കണം, പണിയൊക്കെ ചെയ്യിപ്പിക്കണം. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇതെല്ലാം കൂടെ എഴുതി അവന്റെ പേരിൽ കൊടുക്കാം. അപ്പൊ പിന്നെ നീ ഒന്നും ചെയ്യണ്ട, അവൻ എല്ലാം ചെയ്തോളൂ. അതിലൊന്നും കുഴപ്പമില്ല, ആർക്കെങ്കിലും കൊടുത്താൽ വൃത്തിയായി കിടന്ന കാര്യങ്ങള്. അയ്യോ, നിനക്ക് ആവുമെങ്കിൽ ചെയ്യ, അല്ലെങ്കിൽ നീ അത് ചെയ്യണ്ട, തീർന്നല്ലോ. ഞാൻ പറഞ്ഞ അമ്മ വേറൊന്നും കൊണ്ടല്ല, നമുക്ക് അവിടെ ഗ്യാസും അടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ കൊതുമ്പും ചൂട്ടും മടലും ഒക്കെ ആ സുലിച്ചെടുത്തിട്ട് പോകില്ലായിരുന്നു, അവർക്ക് ഉപകരിക്കുമല്ലോ. അയ്യടാ, അങ്ങനെ എന്റെ പറമ്പിലെ വിറവ് കൊണ്ട് ആരും തീ കത്തിക്കണ്ട. അല്ല, അമ്മയല്ലേ പറഞ്ഞ പാഴി പോണ പശു മാറ്റി പോട്ടത്. പിന്നെ ഞാൻ ഈ വിറവും ചൂട്ടും എല്ലാം ഉപയോഗിച്ച് വെള്ളം ചൂടാക്കി കുളിച്ചോളാം. ആയിക്കോട്ടെ. ഞാൻ ചെയ്യാം. നീ മക്കളില്ലെങ്കിൽ എനിക്ക് കൊച്ചുമക്കളുണ്ട്, അറിയാമോ? ഓ, നല്ലതന്നെ മക്കളെ. ഇത് കത്തിയല്ല, ഇത് വെട്ടുകത്തി, കൊടുവാളെന്നൊക്കെ പറയും. കണ്ട, അതുപോലെ അവൻ അറിഞ്ഞൂടാ. മക്കള് കുറച്ചുകൂടെ വലുതാകുമ്പോ മാമ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം കേട്ടോ. മക്കളെ പ്രായത്തില് അമ്മൂമ്മ ഒരു വലിയ കാട്ടിലൂടെ ഇങ്ങനെ വിറവ് ഉറക്കാൻ പോയി. അമ്മൂമ്മയുടെ അച്ഛനും അമ്മയും കൂടെ കാണും. അപ്പൊ ഈ കാട്ടില് പുലി ആനയൊക്കെ കാണൂലേ? കാണാതിരിക്കോ? പിന്നെ അങ്ങനെ അന്നൊരു ദിവസം കാട്ടിലൂടെ അമ്മൂമ്മ അങ്ങനെ പോയപ്പോ അമ്മൂമ്മയുടെ മുമ്പിൽ ഒരു ഒറ്റക്കൊമ്പൻ ആന വന്നിരിക്കുന്നു. അയ്യോ, എന്നിട്ട് അമ്മൂമ്മ ഞെട്ടിയോണെന്ന് മക്കളെ സ്വപ്നത്തിന്ന് പോടാടുന്നു. അമ്മൂമ്മ ആ ആനയുടെ മുമ്പിൽ കണ്ണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ പൊന്നാനെ, എന്നെ ഉപദ്രവിക്കല്ലേ, രക്ഷിക്കണേന്ന് പറഞ്ഞ്. എന്നിട്ട് അമ്മ പറഞ്ഞ ആനയ്ക്ക് മനസ്സിലായി. ആനയ്ക്ക് മനസ്സിലായി. പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ അമ്മ ആനയെ കൂടെ കൂട്ടായി. പിന്നെ അമ്മയുടെ കൂടെ ആന ഇവിടെ വന്നു. ആനയെ ചായ കുടിച്ച് പിന്നെ ഈ തെങ്ങിന്റെ മുട്ടിലാണ് കെട്ടിയത്. രക്ഷാബന്ധം ദിനമായിരുന്നു, രാഗി കൂടെ കെട്ടിട്ടാണ് കാട്ടി പറഞ്ഞു വിട്ടത്. അയ്യോ, എത്ര കേട്ടിക്കണം ഈ തള്ളു. നിങ്ങൾക്കൊക്കെ ഇത് തള്ളായിരിക്കും, പക്ഷെ അനുഭവിച്ച എനിക്കല്ലേ അറിയാനൊക്കത്തുള്ളൂ. ഞാൻ അനുഭവിച്ച കഥ. അയ്യോ, സമ്മതിച്ചേ. പോലീസൊക്കെ തന്നെ, പക്ഷെ അമ്മൂമ്മയുടെ അത്ര ധൈര്യമൊന്നും ഇല്ല. മക്കളാ കയറി കിടത്തുണ്ടാ, ആ കയറി കിടത്തുണ്ട്. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ. ഓ, എന്തൊരു സൂപ്പർ പാട്ട്, സത്യം കേൾക്കാൻ നല്ല രസാ. ഞാൻ വിചാരിച്ചു മൊബൈലായിരിക്കുന്നു. എടാ, അത് നീ പറയേണ്ട കാര്യമില്ല, എനിക്കറിയാൻ പാടില്ല എന്റെ കഴിവുകളെ പറ്റി. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, നമുക്കിത് വീഡിയോ എടുത്തിട്ടേ സോഷ്യൽ മീഡിയയിൽ ഇട്ടാലോ, വൈറലാവുന്നു. സത്യം ശരിയാ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല ഫേമസ് ആകുമല്ലോ. പിന്നെ അപ്പോ നല്ല നല്ല ആൾക്കാരുടെ അടുത്തുനിന്ന് എനിക്ക് പിന്നെയും കല്യാണാലോചനകൾ വരും. അങ്ങനെ ഈ നശിച്ച നരകത്തിൽ നിന്ന് നിന്റെയൊക്കെ ഇടയിൽ നിന്ന് എനിക്ക് പോയിട്ട് ഞാൻ നല്ല കോടീശ്വരിയായിട്ട് വേറെ എവിടെയെങ്കിലും ജീവിക്കും. ഞാൻ അങ്ങനെ ഒരു ബന്ധം ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. ഞാൻ വിചാരിച്ചു നിങ്ങൾ നല്ലോണം പാടൂല. എനിക്ക് 1-2 ഗാനമുള്ള ട്രൂപ്പുകാർ എൻ്റെ കൂടെ പരിചയക്കാരുണ്ട്. അതിനകത്ത് അങ്ങനെ പാടാൻ ഒരു അവസരം പഠനം ചിന്തിച്ചങ്ങ് കേറിയൊക്കെ മേളി ഡൈവോഴ്സിന്റെ വരെ ഒക്കെ എന്താ ഇത്ര പെണ്ണുമ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കാവോ? ഒന്നുമില്ല, സ്നേഹസമ്പന്ന എന്റെ ക്ലീറ്റ ചേട്ടൻ നിങ്ങളുടെ ഭർത്താവായിട്ട് കിട്ടിയത്. ചേകചമ്പന്നൻ, മിണ്ടാതിരുന്നോ, പൊക്കോ. നല്ലോണം പാടാമെങ്കിൽ ഒരു വീഡിയോ എടുത്ത് ഇടായിരുന്നു. എനിക്ക് വേണ്ടടേ, എനിക്ക് വേണ്ട. ഞാൻ എൻ്റെ അടുക്കളയും എൻ്റെ വീടുമായിട്ട് ഞാൻ എവിടെയെങ്കിലും ഒക്കെ പാടി ജീവിച്ചോളാം. നീ എന്നെ രക്ഷപ്പെടുത്താൻ വരണ്ട. ചെറുക്കനെന്തിടാ? ചെറുക്കനാണ് കനമച്ചപ്പൂടെ പറമ്പില്. അമ്മ ഇന്ന് പോകണ്ടായിരുന്നോ? ഇന്ന് ലീവാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ സുഖമുള്ള പരിപാടി ഈ പോലീസ് എന്ന് പറയുന്നത്. ഏത് സമയം വേണം റെസ്റ്റ് എടുക്കാം, എപ്പോ വേണേലും പോകാം വരാം. ആ ജോലി കാണാൻ ചെയ്താൽ മതിയായിരുന്നു. അത് നിന്റെ പണിയുടെ സ്വഭാവം. എന്റെ പണിക്ക് എന്തോ കുഴപ്പം? പോണമെങ്കിൽ പോകാം, പോയില്ലെങ്കിൽ പോവണ്ട. പോലീസുകാരുടെ പണിയൊന്നും പറയല്ലേ മോനെ. അത് ഈ മെക്കാനിക്കിന്റെ ജോലിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലാത്തോണ്ടാണ്. എന്നെ കുറിച്ച് എന്റെ ഫീൽഡിൽ ഒന്ന് തിരക്കി വെക്കണം. മാസാണ് മാസ്. മാസ്. മൊട്ടക്രോസ് വെച്ച് എന്താ പരിപാടി? മൊട്ടക്രോസ് വെച്ച് എന്നാ പരിപാടി? തോരൻ? അല്ലല്ല, തോരനല്ല.
ഇപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ, നീ ആദ്യം തന്നെ സ്റ്റൗ കത്തിക്കണം. എന്നിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ എടുത്തൊഴിച്ചിട്ട് ആ സവാള ഇടണം. സവാള എടുത്തിട്ടിട്ട് ക്യാബേജ് ഇടണം. വഴറ്റി നമ്മൾ തേങ്ങയിട്ട് പൊത്തി ഇതാക്കി വെക്കും, ഉപ്പൊക്കെ ഇട്ട്. തോരൻ. പിന്നെ മുട്ടക്രോസ് വെച്ച് പിന്നെ തോരനല്ലാതെ പിന്നെ എന്തുണ്ടാ ഉണ്ടാക്കാൻ പറ്റണത്? പിന്നെ മുട്ട എങ്ങനെ പൊട്ടിച്ചൊഴിച്ച് റോസ്റ്റ് പോലെ ഫ്രൈ ആക്കി എടുത്ത് വറുത്തെടുക്കാനുള്ളത്. മുട്ട നിന്ന് മുട്ട പോലെ ആയി. ഇതിലൽപ്പം വെളിച്ചെണ്ണ. അത് ആദ്യം ഇത് ചൂടാവട്ടെ. എന്തെങ്കിലും മണം വരുന്നുണ്ടോ? സ്മെല്ല്? ഗ്യാസിന്റെ. ഗ്യാസിന്റെ? നല്ല ഗ്യാസിന്റെ സ്മെല്ലുണ്ട്. ഇച്ചിരി ലീക്ക് ഉണ്ട് അതിനകത്ത്. അവിടെ 2 തട്ട് തട്ടിക്കേ. ഗ്യാസ് ലീക്ക് ഉണ്ട്. നിഷ്പ്രയാസം ചെറുക്കാതെ ആ കത്തിക്കണ സാധനം എടുത്താ അവിടെ 2 കിട്ട് കിട്ടിക്കേ. എവിടെ? ഇവിടോ? ഇനി ഒന്ന് മണ്ടു നോക്കേ. പോയില്ലേ? ഇല്ല. പോയില്ലേ? പിടിച്ചേ, എന്നെ ഒന്ന് പിടിച്ചേ. മാറ്. മേളത്തെ മെനു കൂടെ അന്വേഷിച്ചു കണ്ട. ഇല്ല, എത്ര ഉള്ളൂ. ഇത് വലിയ അപകടത്തിന് സാധ്യതയുള്ള കാര്യമാണ് ഈ നിസാരവൽക്കരിച്ച് കളയുന്നതെന്ന് പറയുന്നത്. ഇതോ? ഇതിപ്പോ എന്തത്ര അപകടം വരാനായിട്ട്? ഗ്യാസ് ലീക്കായി ഒരു സമയം ബും. പിന്നെ അങ്ങനെയാണെങ്കിൽ എന്നേ ഞാൻ ബുമ്മാവേണ്ടതാ. ഇത് എന്നും ഇങ്ങനെയുള്ളത് തന്നെ. അതല്ല, അടുക്കളയിൽ 24 മണിക്കൂർ നിൽക്കണ എന്നോട് നീ ഇത് പറയല്ലേ. എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. ഞാനെങ്കിലേ മേലെ വീട്ടിലെ മെനു കൂടെ ഒന്ന് അന്വേഷിച്ചിട്ട് തീരുമാനിക്കാം. അവിടുന്ന് വേണോ ഇവിടുന്ന് വേണോ. അങ്ങനെ നീ തീരുമാനിക്കാനാണെങ്കിൽ നീ ഇവിടുന്ന് കഴിക്കണ്ട. നീ അവിടുന്ന് തന്നെ അങ്ങ് കഴിച്ചാൽ മതി. അല്ല, ഒരു വീട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് കഴിക്കണം റൊണാൾഡെ. അതാ ആ വീട്ടിലൂടെ എന്താ ഉള്ളതെന്ന് അന്വേഷിച്ചിട്ട് തീരുമാനിക്കാം. അപ്പൊ അവിടുന്ന് കഴിച്ചാൽ മതി. അവിടെ നിന്ന് കപ്പങ്ങത്തോരനാ, നീ അത് കഴിച്ചാൽ മതിടാ. ഈ ക്യാബേജ് തോരൻ ചൂട് ചോറിനകത്തോട്ട് ചൂട് തോരട്ട് ഇളക്കി ഇച്ചിരി രസം ഒഴിച്ച് കഴിക്കുമ്പോണ്ടല്ലോ തങ്കഞ്ചേട്ടത്തിന്റെ കൈപ്പുണ്ണ് ഇങ്ങനെ ഇറങ്ങി. പക്ഷെ നിനക്ക് നീ ഞാൻ തരുന്നില്ലല്ലോ. പറഞ്ഞാലും എനിക്കറിയാൻ തരും. ഇപ്പോഴത്തെ കാലത്തൊന്നും ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇതൊന്നും ആർക്കും വേണ്ട. അവർക്ക് ഇതൊക്കെ ഒരു ആക്ഷേപമാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഗ്യാസ് അതാ ഒരു പ്രശ്നം. ഇതിന്റെ ഉപയോഗം അവർക്ക് അറിയത്തില്ല. പണ്ട് നമ്മളെല്ലാം അങ്ങനെയല്ലേ. എവിടെയായിരുന്നു ഇത്ര നേരം? അത് ഞാൻ മാമിന്റെ കൂടെ കാട്ടില്ലേ വിറക് അടിക്കാൻ പോയത്. അമ്മയുടെ പഴയ കഥകൾ പറഞ്ഞു കൊടുത്തു തോന്നണല്ലോ. ഞാൻ പഴയ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. എന്റെ കൊച്ചിന് വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാവും. ഈ രാത്രി കിടക്കാൻ നേരത്തെ അമ്മമ്മയുടെ പഴയ കഥ പറഞ്ഞതാന്നും പറഞ്ഞ് എന്നെ കൊണ്ട് എനിക്ക് പറഞ്ഞു കൊടുത്താലൊന്നും നിനക്കൂടെ വേറെ മലമറിക്കുന്ന പണിയൊന്നും ഇല്ലല്ലോ. എന്റെ പൊന്നേ, എനിക്ക് ഒരു പണിയില്ല. ശരിയാ, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുക കസേരമേ. രാത്രി ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കണം. രാത്രി കിടക്കാൻ നേരത്ത് കൊച്ചു ചോദിക്കുമ്പോ കഥ പറഞ്ഞു കൊടുക്കണം. ഇത്രേ ഉള്ളു. എല്ലാ അമ്മമാരും നിനക്ക് മിണ്ടാതിരുന്നാ പോരെ. മനുഷ്യന് കിടക്കാൻ നേരത്തെ ഇച്ചിരി നേരം സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിട്ട് കിടക്കുന്നത്. എനിക്ക് പണിയില്ല. എനിക്ക് പണി ഉണ്ടാവില്ല. ഇവന് പണിയില്ലാത്തതുകൊണ്ടാണ് ഇവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. കുഴപ്പമില്ല. ഇതൊക്കെ ആവശ്യം പരിപാടി ആണല്ലേ. എന്താവശ്യം വരാൻ ഇതും കൊണ്ട്? എന്താവശ്യം വരാൻ? വെള്ളം ചൂടാക്കാനൊന്നും ഇത് ഉപയോഗിക്കത്തില്ലേ? അയ്യാ, ഇനിയിപ്പോ ചൂട്ട് കത്തിച്ച് വെള്ളം ചൂടാക്കാൻ വേണം. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഒരു കാര്യമില്ല. ലൈറ്റർ ഇട്ടപ്പോ നല്ല സുഖമായിട്ട് വെള്ളം ചൂടാക്കാൻ. ഇതൊക്കെ പണ്ട് ഇതായിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത്. ഇപ്പോഴാണ് പുതിയ സിസ്റ്റം ഒക്കെ വന്നത്. അതുകൊണ്ട് എന്താ പണ്ട് ഇത് ഉപയോഗിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അത് തന്നെ ഉപയോഗിക്കും. ഇപ്പൊ ചിലപ്പോ ഇത് വേണ്ടി വരും. നീ മുട്ടിന് മറ്റേ ഇത് പറയണല്ലോ തത്വം. പറ എന്താ കാലം മാറുമ്പോ കോലോ മാറണോന്ന് മാറേണ്ട കോലമേ മാറാവടി. അല്ലെങ്കിൽ പണി കിട്ടും. ഇതൊക്കെ എന്താണ് ആവശ്യം അറിയാൻ പറ്റില്ല. എന്റെ പൊന്നു മോനെ, എനിക്ക് വയ്യ. ഇതിട്ട് ഊതി എന്റെ ചങ്ക് പാടിപ്പോകും. ഞാനില്ല. ഇതിപ്പോ എനിക്ക് കൊണ്ടുവന്നാണോ? എടുത്തുണ്ടോ? ഞാൻ ഒരു മതിമറക്കലും ഇല്ല. ഇതിന്റെ ആവശ്യം വരും. നീ നോക്കിക്കോ. എന്തോ ആവശ്യം വരാനായിട്ട്? അമ്മ വേണമെങ്കിൽ അമ്മ കൊണ്ടുപോയി ഞാൻ എടുത്തോളാം. ഇവിടെ കിടക്കണ്ട. എനിക്ക് ഇവിടെ അടിച്ചു വാരി കളയണം. ശരി, ഞങ്ങൾ എടുത്തോളാം. കൊണ്ടുപോ. പക്ഷെ വേറെ കേസുണ്ട്. എന്ത്? പ്രകൃതിയെ ഒന്ന് മുഖം കറുത്താ തീർന്ന് പരിപാടികള്. എന്ത് ചെയ്താനായിട്ട്? ഞാൻ നല്ല ഗ്യാസ് സിലിണ്ടർ നീ ഗ്യാസിനെ കണ്ടാ മക്കളെ. നീ എവിടെ പോണ്? ഈ ചെറുക്കൻ ഇങ്ങനെ നടന്നിരിപ്പ് നോക്കി ഒരു സാധനം കഴിക്കുന്നില്ല. ഇങ്ങനെ ഒരു ചെറുക്കൻ അവന് എന്തെങ്കിലും അമ്മയുടെ പാലെടുത്ത് വെച്ചേക്കണം. അതെടുത്ത് കുടിക്കേ. ചൂട്ട് അല്ലെങ്കിൽ സമയമില്ല. ഒരു പണിയും ചെയ്ത് തീരണമില്ല. പറമ്പിൽ പോയി കിടന്ന് ഓരോരോ പണികൾ കുനിയ ദൂരം ചെയ്യണ്ടേ. അത് കാരണം ഭയങ്കര വിശപ്പായി പോയി.
ഏട്ടന് വല്ല കാര്യമുണ്ടാ ആ പറമ്പിൽ കിടന്ന കൊതുമ്പും ചൂട്ടും ഒക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് വലിച്ചോണ്ട് വരാനായിട്ട്? സത്യം പറയാൻ ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു, പിന്നെ അമ്മ നിർബന്ധിച്ചിട്ടാണ് കൂടെ പോയത്. ആ മനുഷ്യർക്ക് പണിയായി, ഇനി അതെല്ലാം എടുത്ത് കളയണം. പക്ഷെ കളയണം എന്തിനടി? അത് ഉപയോഗിക്കാമല്ലോ നമുക്ക്. ഏട്ടന് ഉപയോഗിക്കോ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ ചൂടുവെള്ളം എടുക്കണം നമ്മള്, അപ്പൊ നമ്മള് ഈ ഗ്യാസ് എന്തിനു കത്തിച്ച് കളയണത്? അമ്മ പോയി ഇത് വെച്ച് വെള്ളം ചൂടാക്കൂ. ഞാൻ തന്നെ പോയി കടന്ന് ഊതണം. നിനക്ക് ചെയ്തൂടെ? എനിക്ക് ചെയ്യത്തില്ല. ഞാൻ കൊറേ ചെയ്തതാ, കൊറേ ചെയ്ത് ഊതി ഊതി മനുഷ്യന്റെ നെഞ്ച് മൊത്തം പോയതാ. പിന്നെ എനിക്ക് പറ്റൂല. ഇത് നീയും അവളെ കണക്ക് തന്നെ. ഞങ്ങള് ഇത് കൊണ്ടു കൊടുത്ത് അവക്കാണ് ആദ്യം കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പൊ അവൾക്ക് ഒരു താല്പര്യമില്ല. അവള് പാറ ഇങ്ങനെ ചേർത്ത് പൊട്ടിച്ച് തീ ഉണ്ടാക്കുന്ന കാലം കഴിഞ്ഞു. സ്വിച്ച് ഇട്ടാൽ ഗ്യാസ് കത്തുന്ന കാലമാണ്. അതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. അതന്നെ എനിക്കും പറയാനുള്ളൂ, ഇതിന്റെ ആവശ്യമില്ല. ഏട്ടൻ അത്രക്കും ഇങ്ങനെ ലാഭിച്ച് കോടീശ്വരനാവണ്ട. അപ്പൊ ഞാൻ ചെയ്തിട്ടെന്നറിയാമോ? അതെല്ലാം കൂടെ വലിച്ചോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ലീവ് എടുത്തുനിന്ന് ഇവിടെ വീട്ടിൽ നിന്നത്. അപ്പൊ ഞാൻ ചെയ്ത തെറ്റെന്താന്നറിയോ? ഇതിവിടെ കൊണ്ടുവച്ചിട്ട് അങ്ങ് പോയാൽ മതിയായിരുന്നു. ഏട്ടൻ ഇത്രയും പറയുന്നത് കേട്ടിവിടെ ഇരിക്കണ്ടായിരുന്നു. ഒരു കാര്യം പറയുമ്പോൾ മനസ്സിലാക്കിക്കൂടെ നിനക്ക്? ഞാൻ എന്തായാലും എനിക്ക് വയ്യ ഇതൊന്നും കത്തിച്ച് പണ്ട് ഒരു എത്ര കാലം എത്ര ഞാനും ചേച്ചിയും കൊറേ കാലം അങ്ങനെ ജീവിച്ചതാ. ഇനിയെങ്കിലും ഇതിലെങ്കിലും ഞങ്ങൾ ഇത്തിരി സൂഹിക്കട്ടെ ഏട്ടാ. സൂഹിക്കണല്ലേ? പക്ഷെ ആയുർവേദക്കാര് പറഞ്ഞിപ്പോഴുണ്ട്, ചില നല്ല ആയുർവേദ എന്നിട്ട് ഞങ്ങള് ചൂട്ടും കൊതുമ്പൊക്കെ വെച്ച് ഉപയോഗിക്കാറൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയും. പെണ്ണുങ്ങള് വേദവെള്ളമൊക്കെ പിടിക്കുന്നത് എന്താണ്? ഗ്യാസിലല്ല, ഇപ്പോഴും ആളുകൾ ചെയ്യുന്നത് വിറക് കത്തിക്കുന്നത്. നാളെ തൊട്ട് അങ്ങനെയാണെങ്കിൽ ഏട്ടാ സ്റ്റേഷനിൽ പോണതിന് മുന്നേ അമ്മയ്ക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം, പിള്ളേർക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം, കുടിക്കാനുള്ള ചൂടുവെള്ളം, കഞ്ഞി ചോറ് വെക്കാനുള്ള അരിയും കൂടെ തിളപ്പിച്ചിട്ട് പോയാൽ മതി. എന്ത് കുറച്ച് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കിട്ടും, ആവശ്യം അനുസരിച്ച് കിട്ടും. പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല, ആണുങ്ങൾക്കും തുടങ്ങിയപ്പോ മോല് ഇത്രയും സംസാരിച്ചു തുടങ്ങിയേ. പിന്നെ കാര്യങ്ങൾ പറയുന്നവരൊക്കെ എപ്പോഴും കുറ്റക്കാരാ. ചായ എടുത്തോ? ഉച്ചയും സിനിമയ്ക്ക് വേണോ? ഉച്ചയും സിനിമയ്ക്ക് വേണ? കൊണ്ടുപോകും. ആണോ? എന്നാ നമുക്ക് വൈകിട്ട് പോവാം. അപ്പൊ ചേച്ചിയും പിള്ളേരൊക്കെ ആയിട്ടൊക്കെ പോവാം. നോക്കട്ടെ, പറയട്ടെ അവരോട്. നോക്കട്ടെ, എന്നാലും ഞാൻ ഒന്ന് പറയട്ടെ. സൂചിപ്പിച്ചോ? എന്നാ അവൾ പറഞ്ഞിട്ട് വരാം, അല്ല ചായ എടുത്തിട്ട് പറയാം. ഉറപ്പാണല്ലോ? പിന്നെ കൊതിപ്പിച്ചിട്ട് പിന്നെ പോവാതിരിക്കരുത്. നോക്കട്ടെ നല്ല കൊണ്ടുപോകണം. അടുത്ത 3 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യത. ആരാണ് ഇതൊക്കെ പറയുന്നത്? ഇതിനകത്ത് പത്രത്തിനകത്തുണ്ട്, വാനനിരീക്ഷകർ നോക്കിയിട്ട് പഠിച്ചു പറഞ്ഞ. പിന്നെ അവരാരും ദൈവങ്ങളാ മഴ പെയ്യിക്കാൻ? പോടാ അമ്മ, അങ്ങനല്ലെന്ന്. ഈ ശാസ്ത്രജ്ഞര് ഈ പരിസ്ഥിതിയൊക്കെ നോക്കി നിരീക്ഷിച്ച് പഠിച്ചിട്ടല്ലേ അവര് പറഞ്ഞത്, വെറുതെ പറയുന്നതാണ്. പിന്നെ എന്തോന്ന് പഠിക്കാൻ? എടാ ചുമ്മാതെ അതൊക്കെ. അവര് 2 ആഴ്ചക്ക് മുമ്പ് പറഞ്ഞായിരുന്നു ഭയങ്കര മഴ ഉണ്ടാവുമായിരുന്നു. എന്തോ ഒരു ചുട്ടുപടുത്ത വെയിലായിരുന്നു, നിനക്കറിയാമോ? പിന്നെ ചിലതൊക്കെ ഈ പിന്നെ എന്തോന്ന് വീണ് മുയൽ ചത്തെന്ന് പറഞ്ഞതുപോലെ ഉള്ളു, ചക്ക വീണ് മുയൽ ചത്തെന്ന് പറയുന്നത് പോലെ സംഭവിക്കും, ഇത്രയേ ഉള്ളൂ. ചെറിയ ചില മാറ്റങ്ങൾ വരും, പക്ഷെ അവർ ഈ ഭൂപ്രകൃതിക്കകത്ത് തന്നെ അവർ ഇങ്ങനെ ഓരോന്ന് നോക്കി പഠിച്ചിട്ടാണ് കറക്റ്റ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ എന്തോന്ന് പഠിക്കാൻ? എടാ ഈ പണ്ട് ഈ ആകാശത്തെ മാറ്റങ്ങളും അന്തരീക്ഷത്തിലെ ഈർപ്പവും കണ്ട് ഞങ്ങൾ നിശ്ചയിക്കുമായിരുന്നു, ഞങ്ങൾക്കറിയായിരുന്നു മഴ പെയ്യൂല എന്നുള്ളത്. ഇതിപ്പോ രാജവാണിക്കകത്ത് ഭീമന്റെ ഒക്കെ പറയുന്ന പോലാന്നല്ലോ, കത്തിയുടെ ആ പാടും മുറിവിന്റെ ആഴം നോക്കി വെട്ടിയതാരാന്ന് കണ്ടുപിടിക്കുന്ന പറഞ്ഞ പോലെ. അതേ ആകാശം അതേ ഈർപ്പ് ഇപ്പോഴും ഉണ്ട്. രത്നമ ശാസ്ത്രജ്ഞ ഒന്ന് പറഞ്ഞ എന്ത് മഴ പെയ്യും? ചേട്ടാ അത് പണ്ടല്ലേ? എടാ ഇപ്പൊ ഈ ആകാശത്ത് വരുന്ന മാറ്റങ്ങളൊന്നും നീ കാണുന്നില്ലേ? എന്ത് മാറ്റം? അല്ല, വർഷകാലത്ത് വെയില്, നല്ല വെയിലെന്ന് പറയുമ്പോഴത്തേക്ക് മഴ, വേനൽ മഴ. എന്നാ നീ ചുമ്മാ പോലും നീ വേറെ വല്ല വാർത്ത ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചോ. കൈക്കൂലി കേസിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ പിടിയിൽ. താണ്ട വരുന്ന ഒരു സർക്കാർ ജോലിക്കാരെ. മച്ചമ്പി കറക്റ്റ് സമയത്താ വന്നത്. എന്താണ്? മച്ചമ്പിയായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത വായിക്കുമായിരുന്നു. എന്താണ്? കൈക്കൂലി കേസിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ പിടിയിൽ. അല്ല, മച്ചമ്പി ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ് കൈക്കൂലി വാങ്ങുക. അല്ല, ഞാനൊരു ഉപമ പറഞ്ഞത്. മച്ചമ്പി ചൂടാവേണ്ടായിരുന്നു, ഞാൻ ഉദാഹരണം പറഞ്ഞല്ലേ. ചൂടാവാൻ എന്താണ്?
അവൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞല്ലേ, അതിന് നീ ഞാൻ ദേഷ്യപ്പെടുന്നോന്ന് തോന്നിന്. അമ്മക്ക് ഈ പത്രം വായിച്ചാൽ വേറെ ആരും കിട്ടിയില്ലേ? അങ്ങ് കൊടുത്താല് അച്ഛൻ അയച്ചു ഞാൻ അവന് സങ്കടമായി പോയി. നീ എന്നെ വായിരടാ. അല്ല വേണ്ട, ഞാൻ ഈ ചെറിയ അക്ഷരം വായിക്കുമ്പോൾ തലവേന വരും. തലവേനൊന്നുമില്ല, അതൊക്കെ നമ്പരാ. അല്ലടാ ചിലപ്പോ തലവേദന കാണും. അങ്ങനെ ചിലർക്ക് അങ്ങനെ വായിക്കുമ്പോൾ തലവേദന വരും. അങ്ങ് എടുത്തു കൊടുക്കും. അച്ഛൻ വായിച്ചു തരും, ഉറക്കം വായിച്ചു തരും. അമ്മയ്ക്ക് എല്ലാ വാർത്തയും വായിച്ചു. ഞാൻ രാവിലെ അമ്മയ്ക്ക് ഒരു എൻജോയ്മെന്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അല്ല ചിലപ്പം എടാ യവൻ വായിച്ചാൽ എനിക്ക് അത്ര രസമാവുന്നില്ല, നീ എന്നെ വായിരിക്കും. എന്നാടാ. അയ്യോ അമ്മ. കൈക്കൂലി കേസിൽ എന്ത് നിർത്തിയെന്ത് പോടാ അവിടെ. ഓ, ഗ്യാസ് സിലിണ്ടർ ദുരന്തം, വീട്ടമ്മ പൊള്ളലേറ്റു. അയ്യോ ഭയങ്കര പ്രശ്നമാണ് ഈ ഗ്യാസ് സിലിണ്ടറെ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലായിടത്തും തന്നെ. പാലക്കാട്. നീ ലില്ലിയെടുത്ത് പറ, ഇതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യ്. ഞാൻ എപ്പോഴും പറയാം ആവശ്യം കേട്ടത് ഓഫീസ് വയ്ക്കാൻ പറയും, പക്ഷെ ഇവിടെ കേട്ടാ കൊള്ളാം, ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇരിക്കും. ഇന്ന് രാവിലെ ഭയങ്കര ഒരു സംഭവം ഉണ്ടായി. തങ്കം ചേട്ടത്തെ അടുക്കള പാചകം ചെയ്തോണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ കയറി ചെന്ന് ഗ്യാസിന്റെ ഭയങ്കര മണം. ഞാൻ അത് പറഞ്ഞ ഉടനെ ഈ ഗ്യാസ് കത്തിക്കുന്ന ലൈറ്റർ വെച്ച് ആ ട്യൂബിനകത്ത് 2 അടി, എന്നിട്ട് പറയാം ഇത് കൂടെ ഇങ്ങനെ മണം വരും. അന്നേരം ഞാൻ ഇങ്ങനെ ഒരു ഞുനുക്കോണി ചെയ്യൂ, അത് മാറുന്നു. ഞാൻ പറഞ്ഞതിൽ അപകടം എന്ന് പറഞ്ഞിട്ട് തങ്കം ചേട്ടത്തെ കേട്ടില്ല കേട്ടോ. ബോധമില്ലേ ആരെല്ലാം വിളിച്ച് കാണിക്കേണ്ടത്? അത് പറയാൻ വേണ്ട, ഇത് ഇങ്ങനെ ഉള്ള എന്നേ ഉള്ളത് എനിക്കറിയാം, എന്റെ കൈക്കറി എന്ന് പറഞ്ഞു. എന്ത് ചെയ്യോന്ന് പറയാ. അമ്മ ഇത് വായിച്ച് എൻജോയ് ചെയ്തു, ഞാൻ താഴ്ത്തു പോട്ടെ. എന്തേടാ ക്യാബേജ് വേണോ? ശരി ഉണ്ടാക്കിയുള്ളൂ. നിനക്ക് വല്ല ബോധം ഉണ്ടടി? ഇവിടെ ഒരു കുഴപ്പമില്ലേ? നീ എന്ത് ചെയ്യാൻ ഇപ്പൊ? ഒന്നും ചേട്ടാ മാറിയില്ല. ഇവിടെ ഗ്യാസ് ലീക്ക് ഉണ്ടാ? ഓ നിനക്ക് വല്ല പ്രാന്തം ഉണ്ടോടാ നിനക്ക്? അല്ല പിന്നെ എന്തെങ്കിലും ലീക്കാ ഇവിടെ ഉള്ളത്? ഒന്നുമില്ലാടെ ഒരു ഇച്ചിരിക്കോളം അത് അങ്ങ് 2 തട്ടോട്ട് കഴിയുമ്പോ അത് മതി. ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയല്ല കനകത, ഞാൻ കാണിച്ചുതരാം. അച്ചമ്പി ഇച്ചിരി കോണമല്ല, നല്ല സ്മെല്ലുണ്ട്. ഞാൻ കാണിച്ചുതരാം, കണ്ടോണം. നീ അത് കത്തിക്കാൻ വേണ്ട, ഒരു പുലി വേണ്ട പോണത്. നീ പത്രം വായിക്കാൻ തന്നെ കുഴപ്പമുണ്ട്, പത്രം വായിക്കാൻ TV കാണാൻ കുഴപ്പമുണ്ട്. എല്ലാ ദിവസവും വാർത്തകൾ വരുന്നില്ലേ എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാവുന്നത് ഗ്യാസില്? നീ എന്തിനീ ബഹളം ഉണ്ടാക്കണേ? പത്രം വായിച്ച എന്റെ ഗ്യാസിനെ പറ്റി അറിയാൻ പറ്റുമോ? ഇതിങ്ങനെ കത്തിക്കുമ്പോ ഇവിടുന്ന് ഒരു ഇച്ചിരി ലീക്ക് വരും. അത് ദേ ഈ സാധനം എടുത്ത് 2 കിണ്ണ അടിക്കും. ഇതാണ് എന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്തുകൂടാ. എടാ അങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ. നീ റിപ്പയറിംഗ് വല്ല പഠിച്ചിട്ടുണ്ടാ? ഉണ്ടാ? ഇതിനിപ്പോ റിപ്പയറിംഗ് പഠിക്കണ എന്തിനാ? എല്ലാവരും അടുക്കളയിൽ ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ അപകടങ്ങൾ ഉണ്ടാവുന്നത്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പോകുന്നതല്ലേ? പിന്നല്ലേ. എടാ ചെറുക്കാ, നേരം വെളുക്കുമ്പോ മുതൽ ഞാൻ ഈ അടുക്കളയല്ല, ഇവിടെ ഒരു അപകടവും ഇല്ല, എനിക്കറിയാം. അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം. ഇല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിപ്പോ അങ്ങോട്ട് പറയേണ്ടത്. ഇതിപ്പോ എന്ത് ഞാൻ എന്തേലും, എനിക്ക് പണിയുണ്ട് ഇവിടെ. എടാ ഇത് ആരെങ്കിലും വിളിച്ച് ശരിയാക്കാൻ ഉണ്ടാ? ഗ്യാസ് ഏജൻസിക്കാരെ വിളിച്ചാൽ 1500 കൊടുക്കേണ്ടി വരും. വേണ്ട 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 വേണ്ട. ഈ സാധനം പണ്ട് ഇതേപോലെ വെച്ചിട്ട് ഈ സാധനം ഇല്ലേ, 2 കൊല്ലം മുമ്പ് വന്നതാ അവന്മാര്. എന്നിട്ട് ആ ഇരുന്നേച്ചത് കേടാന്നും പറഞ്ഞ് പുതിയത് എടുത്തിട്ട് വന്ന്. 2 കൊല്ലം പഴയതായില്ലേടി? കുഴപ്പമില്ല. 2 കൊല്ലമൊന്നും ആവണ്ട. സ്കൂൾ ജംഗ്ഷനിൽ ഒരു പയ്യനുണ്ട് പീറ്റർ, അവനിന്റെ പരിപാടി വേണ്ട, എന്റെ ഒരു കുഴപ്പമില്ലാന്ന്. ഓരോ അപകടങ്ങൾ വിളിച്ചു വരുത്താണ്ടല്ലേ? പീറ്ററെ, എടാ വീട്ടിലെ ഗ്യാസിന് ചെറിയൊരു ലീക്കേജ്, ഒന്ന് വരാവോ? ഒരു കുഴപ്പമില്ലപ്പാ. നാളെയോ? ഞാൻ വിളിക്കാം. അവൻ അത്യാവശ്യമായിട്ട് തിരക്കൊണ്ട് നാളെ വേണേ വരാം, അല്ലാതെ അങ്ങോട്ട് കൊണ്ടു ചെല്ലണം എന്നൊക്കെയാ പറയുന്നത്. അല്ല നാളെ കഴിഞ്ഞിട്ട് വരും. നാളെ വരൂലേ? അപ്പൊ നാളെ വരുമ്പോ ശരിയാ. അതുവരെ എന്ത് ചെയ്യാനാ? നാളെ ശരിയാക്കുന്നുള്ളത് ഇവിടെ വെച്ചേക്കരുത്. കാര്യം നമ്മൾ പോയി കഴിയുമ്പോൾ ഇവര് വീണ്ടും ചായ അനത്താനും നീ എന്ത് കാര്യത്തിന് ഇപ്പൊ വന്നാ? നിനക്ക് വേറെ ഒരു പണിയില്ലേ? അപകട സാധ്യത ഒഴിവാക്കൂ. അപകട സാധ്യത ഉണ്ടാ. ഇതെന്ത് ചെയ്യാൻ പോകുന്നു? എന്റെ ഗ്യാസ് ഊരി. എടാ ചെറുക്ക കാണിക്കുന്നു കൊണ്ടുപോണ്. അതിവിടെ വെക്കാൻ എനിക്ക് പണിയുണ്ട്. എടാ എനിക്ക് പണിയുണ്ടെന്ന്. അച്ഛൻ മേളത്തൊന്നും ഒന്ന് ചെക്ക് ചെയ്യണം. ഇതിപ്പോ എവിടെ കൊണ്ടുപോവാന്ന്? ഇത് കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിക്കളാം. കറി മാത്രമായിട്ടുള്ള കഞ്ഞി വെച്ചിട്ടില്ല. നീ എങ്ങനെ കത്തിക്കൊന്നിരിക്കുന്നത് കാണണം. ഓ എന്റെ പൊന്നിലില്ലേ, ഇത് കൂടെ വെക്കി മാറിയാവൂ. എന്റെ ചങ്ക് വെള്ളമാകും. അതാ